ലൈനിങ് ഉണ്ടായിട്ട് ലൈനിങ് വെച്ച് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ. ഈ മെയിൻ പീസ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ എടുത്ത അളവിൽ നമുക്ക് ഈ തുണിയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എന്തിനും ഈ വ്യത്യാസം വരും. വേണ്ടുന്ന ഇറക്കം എടുക്കാം. ഇതിനകത്ത് എത്ര ഇറക്കം എടുക്കാം? അതിന് ഇതിനകത്തല്ല 38. രണ്ടായിട്ട് കൂടുതൽ മടക്കുന്നത് കേട്ടോ. ലൈനിങ്ങിനെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം മടക്കി വരുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മടക്കിങ്ങനല്ലേ, അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇത് ബാക്ക് സൈഡ് രണ്ടായിട്ട് മടക്കി കറക്റ്റ് പുളിയില്ലാതെ കേട്ടോ. ഇനി വേണ്ടുന്ന ഇറക്കം പ്ലസ് 1.5. ആ തുണിക്കകത്ത് നമുക്ക് എത്രയാണ് 38 കൂടെ ഒരു 1.5 കൂടെ കൂട്ടാം. 39. ഞാനത് അത്രയും കിട്ടത്തില്ല. 38 മാത്രമേ ഉള്ളൂ. 37 എടുക്കുക. ചിലപ്പോൾ 6 എടുക്കുക. 1.5 കൂടെ കൂട്ടുക ലൈനിങ്ങിൽ കേട്ടോ. മനസ്സിലായില്ല? അങ്ങനെ എടുത്ത് ഷോൾഡർ ബാക്കിലേക്ക് എത്ര ആണോ? എന്താ 40 രൂപ. ഞാൻ എടുത്തോളാം കേട്ടോ. ഇറക്കത്തോടുകൂടി 1.5 കൂട്ടുക കേട്ടോ. എന്നിട്ട് ഷോൾഡർ എടുക്കുക. ഷോൾഡർ ഒരു 6 എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് കൈക്കുഴി എടുക്കുക. 6 എടുത്ത് അവിടെ നിന്ന് ചെസ്റ്റ് വൺ എടുക്കുക. 40 ആണ്. 40ൻ്റെ 4 ഭാഗം 10, പിന്നെ 3/4 ഇഞ്ച് കൂടെ കൂട്ടണം. ജ്യൂസ് 10.75 കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇത് നമ്മുടെ വണ്ണം 10.75 മാർക്ക് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ലെന്ത് എന്ന് പറയും. ഷേപ്പ് ലെന്ത് 14. സ്ലിറ്റിൻ്റെ ലെന്ത് ആ കുട്ടിക്ക് 22 മതി കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ 10.75 നമ്മൾ എടുത്തത്. ഇതിനേക്കാളും അവിടുത്തെ വണ്ണം എടുക്കണം. അപ്പോൾ അവിടുത്തെ വണ്ണം നമുക്ക് 9.5 മതി കേട്ടോ. അവിടെ വണ്ണം നമുക്ക് 10.5 മതി കേട്ടോ. മനസ്സിലായോ? എന്നിട്ട് ഇതിനെ പിടിച്ചു വെട്ടാം. നമുക്ക് ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലെന്ത് 6 3.4 ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു വെട്ടും. ഇതേപോലെ ഒരു ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, എന്നിട്ട് ഈ സെൻറ്ററിനകത്തോട്ട് ഇത് ഇങ്ങനെ വെക്കും കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാം കണക്കാം ഇതേപോലെ തന്നെ ഷേപ്പ് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ വണ്ണം സെറ്റാക്കണം കണ്ടോ. എന്നിട്ട് ഇവിടെ തയ്യത്തുമ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇടാം കേട്ടോ. ഇത് 1.5 ഇവിടെ 1 ഇഞ്ച് ആവാം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ കേട്ടോ കട്ട്. എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാവും. ലൈനിങ്ങിൽ ചെയ്യണമെന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഷേപ്പിൽ നിന്നെടുത്ത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അടുത്ത്
തയ്ക്കാൻ പോകുന്ന ആൾക്കൂടെ വണ്ണം എടുക്കണം കേട്ടോ. ആരെയെന്ന് വെച്ചാൽ അത് വണ്ണം അളവെടുത്ത് കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ അളവിലെടുത്തിട്ട് ആ തുണി നമുക്ക് ആ അളവിൽ വെക്കാനുള്ള തുണിയില്ല, അന്നേരം സൈസ് മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മുടെ വണ്ണം, വേസ്റ്റ് വണ്ണം, ഹിപ്പ് വണ്ണം, അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് ക്യാൻവാസ് പിന്നെ വെട്ടാം. ഫസ്റ്റിലെ ചെയ്യുമല്ലേ, അപ്പോൾ തുണിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് തുണി അടിച്ച് മറിക്കാം കേട്ടോ. നെക്കിൻ്റെ ലെന്ത് 6 മതി. വിത്ത് വണ്ണം കുറവല്ലേ ആൾ 2.25 മതി കേട്ടോ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 3 ഏത് നെക്ക് വേണം? വേറെ നെക്കോട്ട് അവരെ എന്നോട് ഒന്നിച്ച് കാട്ടാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റിയിലേക്ക് വിഷയപ്പെടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ 3 ഇഞ്ച് മതിയോ? ഇറക്കിയിടുമോ? 3.5 എടുത്തിട്ട് ഞാനിത് 3.5 ഇടാത്ത ഷോൾഡർ ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഫ്രണ്ട് 1/2 ഇഞ്ച് ഇറക്കണമെങ്കിൽ ഇങ്ങനെ ഇല്ല. ഇവിടുന്ന് 1.5 അല്ല എടുത്തേ, ഇവിടെ 1 എടുത്താൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ മെയിൻ തുണിയിൽ കട്ട് ചെയ്യാം കേട്ടോ. വളവല്ല ഇതിനകത്തുണ്ട്. ഇത് വെച്ച് തന്നെ പോസിറ്റീവ് ഇത് തുണി കറക്റ്റ് ഡിസൈനൊക്കെ കറക്റ്റായിട്ട് മറക്കില്ല കേട്ടോ. എന്താ കറക്റ്റായിട്ട് ഡിസൈൻ നോക്കിയിട്ട് മടക്കി ഇടണം. ബാക്കിലേക്ക് എന്താ 2 ഡിസൈൻ ഒപ്പം വെക്കണം, അല്ലെങ്കിൽ ഒന്ന് കൂടി കുറയുന്നത് കേട്ടോ. ഒപ്പം വെച്ചതിന് ശേഷം ചുളിവ് മാറ്റണം കേട്ടോ. ചുളിവുള്ള തുണിയാണെങ്കിൽ അത് അയൺ ചെയ്ത് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മുടെ മെഷർമെൻ്റ് അളവുകളുണ്ട്. ഇവനെ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇതേപോലെ സെറ്റാക്കിയതിന് ശേഷം ആ സൈഡിൽ കൂടെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് തയ്ക്കത്തോടെ പോകും. ബാക്ക് പീസ് വെട്ടണം. ഇത് ഫ്രണ്ടാണ് എടുക്കുന്നത്. ബാക്ക് പീസ് ഇതേപോലെ നമ്മൾ മാറ്റി വെച്ച് തുണി എടുക്കുക. ഇതേപോലെ എടുക്കുക. എനിക്ക് ചുടുകൊണ്ട് നമുക്ക് ഇത് തന്നെ വെച്ച് വെട്ടാം കേട്ടോ. അതേ വീതി ആയിരിക്കണം. വീതിയാണ് ഇടയിലാക്കം വെച്ചിട്ട് ഇറക്കം നോക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ. കേട്ടോ ഇല്ല കറക്റ്റല്ലേ? ലൈനിങ്ങാണ് നമ്മുടെ അളവ്. മെയിൻ പീസിൽ കൂടി കുറഞ്ഞ പോയാലും ലൈനിങ് വെച്ച് സെറ്റാക്കിയതിന് ശേഷം കൂടുതൽ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി പറയാം.
ഇച്ചിരി കൂട്ടിയിട്ട് വെട്ടുന്നത് നല്ലത്. ഏതെങ്കിലും ഇതാണ് നമ്മുടെ അളവ്. ഈ അളവിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ കൂട്ടി അടിയിലത്തെ തുണി എടുക്കുക. എന്നിട്ട് ലൈനിങ് മെയിൻ പീസും കൂടെ നമ്മൾ സ്റ്റിച്ചിട്ട് പിടിപ്പിക്കുകയല്ലേ ഞാൻ ചെയ്തത്. എന്നിട്ട് കൂടുതൽ നിൽക്കുന്ന ഭാഗം മാറ്റിയതിന് ശേഷം വേണം എല്ലാം ജോയിൻ്റ് എടുക്കാൻ. നമുക്ക് സ്ലീവ് വേണ്ട പോസ്റ്റ് നാലായിട്ട് മടക്കുക. സ്ലീവ് ഇട്ടപ്പോൾ നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ വണ്ണമൊക്കെ എടുക്കണം. സ്ലീവിൻ്റെ ലെന്ത് എത്ര വേണം? 10 പോലെ 11 എടുക്കാൻ 12 എടുത്ത് 6 എല്ലാവരും ഷോൾഡർ 3 ഇഞ്ചിലോ കൂട്ടുമ്പോൾ 9.5 അല്ലേ? 3 ഇഞ്ച് കൂടെ കൂട്ടി ഈ ലൂസാണ് നമ്മൾ കുഴിച്ചു വിട്ടാനായിട്ട്. നിങ്ങളുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കുക. പിന്നെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടാം. 2.5 മുതൽ 3 വരെ കൂട്ടാം കേട്ടോ. കൂട്ടിയതിന് ശേഷം ഇവിടുന്ന് 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് 2, എന്നിട്ട് ഇതേപോലെ കുഴിച്ചു വിട്ടാം. ഇത് അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3.5 മാർക്ക് ചെയ്യുമല്ലോ, ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കുക. വര കൊടുത്തതിന് ശേഷം ഇവൻ്റെ സെൻറ്റർ എടുക്കുക. 10ൻ്റെ സെൻറ്റർ 5 ഇഞ്ച് 5 ഇന്ന് മുകളിലോട്ട് അരയിഞ്ച് എടുത്തിട്ട് ഈ 2 പേരെ നേരെ പോവാം. എന്നിട്ട് ഉടനെ നോട്ടിട്ട് ഈ അരയെ കൊണ്ടുവന്നിട്ട് ഈ 3.5 കൊണ്ടുവരണം കൈ കൊണ്ടുവരണം. എന്നിട്ട് ഇവിടുത്തെ വണ്ണം 11 എടുക്കുന്നത് 5.5 1.5 ഇഞ്ച് കൈക്കൊമ്പ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതാണ് മസിൽ വണ്ണം. നമ്മൾ അടിക്കുമ്പം ഇവിടുത്തെ വരുന്ന വണ്ണമാണ് മസിൽ വണ്ണം എന്ന് പറയുന്നത് കേട്ടോ. അത് ജോയിൻ ചെയ്യുമ്പോൾ ആ വണ്ണം നോക്കി സൈഡ് അടിച്ച് വരത്തില്ലേ, അപ്പോൾ അത് നോക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയല്ലോ. അപ്പോൾ ഇതിനകത്ത് കൈക്ക് കുഴിച്ച് വെട്ടണം. ഇവിടെ ജോയിൻ ചെയ്യും, ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ കേട്ടോ. എന്നിട്ട് ഈ 2 പീസ് മാത്രം എടുക്കുക കണ്ടോ. ബാക്കും 2 കൈയുടെയും ഒരു പീസ് 2 സൈഡ് എടുക്കും. തിരിഞ്ഞു പോകരുത് കേട്ടോ. നല്ല വശം പുറത്താണെങ്കിൽ നല്ല വശം പുറത്ത് തന്നെ. എന്നിട്ട് ഒരു വശം അങ്ങോട്ട് തിരിഞ്ഞ് നല്ല വശം അടിയിലായി ഒരു വശം ചീത്ത ഒരു കൈയുടെ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പോകാൻ കേട്ടോ. അതായത് ഒരു കൈയുടെ വശം നല്ല വശം ഇവിടെ, ഒരു കൈയുടെ വശം ചീത്ത അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പോകരുത്. നല്ല വശം രണ്ടിരിക്കണം, ചേർന്നിരിക്കണം. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ നമ്മുടെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇവിടെ 2 ഇഞ്ച്, ഇവിടെ ഇതിൻ്റെ 2 കൈ കുടിച്ച് വെട്ടുന്നതായിരുന്നു ഇവിടെ 2, ഇത് 2 കൂടെ നോക്കാം. 7.5 പകുതി 3.25 അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മറ്റേത് കഴിഞ്ഞിട്ട് മുകളിലോട്ടല്ലേ എടുക്കുക. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് അരയിഞ്ച് എടുക്കുക. ഇവിടുന്ന് താഴോട്ട് അരയിഞ്ച് എടുത്തിട്ട് ഈ 2 ഇഞ്ച് വരെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അരയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ 2 ഇഞ്ച് മുതൽ എന്താ കത്തിരി പോകുന്നുണ്ടോ ഈ ഇത് ഫ്രണ്ടിൽ തന്നെ വരുത്തണം. ഷാപ്പുകളുടെ ഫ്രണ്ടിൽ തന്നെ വരുത്തണം. അതിനെ ഞാൻ നോക്കി വെച്ചേക്കുന്നത് കേട്ടോ, കറക്റ്റായിരിക്കും. അതിനകത്ത് നിൽക്കുന്നുണ്ട് ലൈനിങ്ങിൽ. ഓക്കെ, നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ നെക്കൊക്കെ അടിച്ചു മറിക്കുക ലൈനിങ്ങിൽ കേട്ടോ. അപ്പോൾ ക്യാൻവാസ് നമുക്ക് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം. ഓക്കെ, ആ പറഞ്ഞ രീതി തന്നെ 4.4 നെക്ക് 6 അല്ലേ? 6. നെക്കിൻ്റെ വിത്ത് 3.4.
കോർണറിൽ നിന്ന് അരയിഞ്ച് ഈ വീതി 1 ഇഞ്ച് എടുത്തിട്ട് എല്ലാ സൈഡിലും 1 ഇഞ്ച് നോക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഉണ്ടാകും. എല്ലാ സൈഡും ആ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാം ടേപ്പ് വെച്ചിട്ട് പതുക്കെ നോക്കിയാൽ ആ 1 ഇഞ്ച് വീതി നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. തുണിയിൽ നോക്കിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് മനസ്സിലായത്? മനസ്സിലായി. 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 3.4 1 ഇഞ്ച് കൂടാകുമ്പോൾ 4.4 മടക്കിയിടുന്നത് ക്യാൻവാസ് ഈ പേപ്പർ കേട്ടോ. 4.4 മടക്കിയിട്ടുണ്ട്. വെറുതെ നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് 3.4. നമുക്ക് നെക്കിൻ്റെ വിട്ട് 1 ഇഞ്ച് മതി. ഇത്രയും തുണി മിസ്സായി പോകും. അതിന് വേണ്ടതനുസരിച്ച് ക്യാൻവാസ് മടക്കിയിടുക കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ ലെന്ത് എത്ര? 6.5. ഇവിടെ നമുക്ക് ഈ വീതി വിടുന്നത് 1 7.5 സമാധാനം. എന്നിട്ട് 3.4 ഇവിടെ 3.4. എന്നിട്ട് നമുക്ക് ഇത് രണ്ടിനും ലൈനാണ്. എന്നിട്ട് ഈ ആംപോൾ കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ ആംപോൾ കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇത് രണ്ടിനെയും കൂടെ സെൻറ്റർ മാർക്ക് ചെയ്യാം. 6.5 സെൻറ്റർ 6.5 സെൻറ്റർ 4.4 3.4. എന്നിട്ട് ഈ ആംപോൾ കർവ് ഉണ്ടെങ്കിൽ 3.4 ഇങ്ങനെ വെക്കുക. ഇതേപോലെ ലൈൻ ചെയ്യാം. നമുക്ക് ആ ഷേപ്പ് തന്നെ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെന്ത് പകുതി മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ 1 ഇഞ്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കാം. ഇവിടുന്ന് 1 ഇഞ്ച് 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല. 1 ഇഞ്ച് കൂടെ വൈഡായിട്ട് നിൽക്കും. എന്നിട്ട് ഈ വീതി എങ്ങനെ വൈഡായിട്ട് നിൽക്കുന്നത്? എങ്ങനെ? ഇവിടുന്ന് 1 ഇഞ്ച് 1/2 ഇഞ്ചിന് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കും. അതിനോട് ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരും. ഇങ്ങനെ നോക്കുക ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ഈ വീതി ഈ പേപ്പറിൻ്റെ വീതി 1 ഇഞ്ച് കേട്ടോ. ഇത് വേണോ 1/2 ഇഞ്ചിൻ്റെ മതി, വൈഡായിട്ട് ഇരിക്കുന്നത് മതി. ഈ 1 ഇഞ്ച് എല്ലാ വശത്തും 1 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് വേണ്ട 4 ഇഞ്ച് കേട്ടോ. പേപ്പർ കാണാത്തുള്ളത് അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് നമുക്ക് ഒട്ടിക്കുമ്പോൾ വൈകാനം പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ആദ്യം 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നെക്കിൻ്റെ ഷേപ്പ് വേറൊരു തുണികളോട്ട് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ ഈ പശയുള്ള ഭാഗം അടിയിൽ കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ അത് പ്രസ്സില്ലാത്തിരിക്കും. വേറൊരു തുണി എടുത്തിട്ട് അത് ചെയ്യുമ്പോൾ ചൂടാകുമ്പോൾ ബോക്സ് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ തുണിയിൽ ഒട്ടിയിരിക്കും. എന്നിട്ട് 4 ഇഞ്ച് കിട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് നോക്കുക. തുണിയിൽ ഒട്ടിയതിന് ശേഷം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് കഴുത്ത് വെക്കുന്നത്.
ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്ക് നെക്ക് ക്യാൻവാസ് വെച്ച് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന രീതി ചെയ്യണം.